എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മറ്റൊരു കഥയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മുടെ കഥയുടെ പേര് മുതലക്കണ്ണി എന്നാണ്. ഞാൻ സാധാരണയായി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇത്തരം പഴഞ്ചൊല്ലുകൾ വളരെയധികം പറയാറുണ്ട്. ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്, ഞാൻ ഈ പറയുന്ന വ്യക്തികൾ ഞാൻ ഈ പറയുന്ന പഴഞ്ചൊല്ലുകളെ മനസ്സിലാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആന്തരാർത്ഥം എന്താണെന്ന് അവർ ഉൾക്കൊണ്ടിരുന്നില്ല. അപ്പോൾ ഇത് അറിയാത്ത ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സംഭവം പറയുന്നത്. അതായത് പണ്ട് ഒരു നദിയുടെ കരയിൽ ഒരു വലിയൊരു വൃക്ഷം നിലനിന്നിരുന്നു. ആ വൃക്ഷത്തിൽ നിറയെ മധുരമുള്ള പഴങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു കുരങ്ങനും ആ വൃക്ഷത്തിന് മുകളിലായിട്ട് വസിച്ചിരുന്നു. കുരങ്ങൻ ആ വൃക്ഷത്തിലെ മധുരമുള്ള പഴങ്ങൾ കഴിച്ച് അങ്ങനെ വളരെ സന്തോഷവാനായിട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കും. ഒരു ദിവസം ആ വൃക്ഷത്തിന്റെ താഴെ നദിയിൽ നിന്നൊരു മുതല കയറി വന്നു. ഇവര് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കാണുകയും സംസാരിക്കുകയും പിന്നീട് അതൊരു സൗഹൃദമായി വളരുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ കുരങ്ങൻ എല്ലാ ദിവസവും മുതലയ്ക്ക് ഇത്തരം പഴങ്ങൾ പൊട്ടിച്ച് എറിഞ്ഞ് കൊടുക്കാറുണ്ട്. മുതല അത് വളരെ ആസ്വാദികരമായിട്ട് കഴിക്കാറുണ്ട്. അങ്ങനെ നാളുകൾ പോകവേ ഈ മുതല കുരങ്ങനോട് പറഞ്ഞു, ഈ ഈ പഴം നല്ല രുചിയുണ്ട്, നല്ല ഇതാണെന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു. പുഴയുടെ അക്കരെയാണ് ഭാര്യ, അവരുടെ വീടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മധുരമുള്ള ഈ പഴങ്ങൾ കഴിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന കുരങ്ങന് കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അതങ്ങനെ ആവശ്യപ്പെട്ടെങ്കിലും കുരങ്ങനത് അത്ര സ്വീകാര്യമായ കാര്യമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പെൺമുതല ഈ ആൺമുതലയോട് പലതവണ കാര്യത്തെപ്പറ്റി വളരെയധികം ശക്തമായിട്ട് പറയുകയും ആൺമുതൽ അത് അദ്ദേഹത്തിന്റെ ഒരു മനോധർമ്മം അനുസരിച്ച് അത് ശരിയല്ല എന്നുള്ള രീതിയിൽ അതിനെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പെൺമുതല ചിന്തിക്കുകയാണ്, ഇത്രയും മധുരമുള്ള പഴങ്ങൾ കഴിച്ച് വളരുന്ന കുരങ്ങന്റെ ഹൃദയം എന്തുമാത്രം മാധുര്യമേറിയതായിരിക്കും. അങ്ങനെ ഭാര്യ തൻ്റെ ഒരു ഇന്റൻഷൻ ഭർത്താവായ മുതലയോട് പറയാം, നമുക്ക് ആ കുരങ്ങനെ കൊണ്ടുവന്ന് അതിനെ കൊന്നതിന്റെ ഹൃദയം എടുത്ത് ഭക്ഷിക്കാം, തീർച്ചയായിട്ടും അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ആൺമുതൽ വളരെയധികം റെസിസ്റ്റ് ചെയ്യുകയും ഒരു കാരണവശാലും അത് നടക്കില്ല, ഇത്രയും സൗഹൃദമായിട്ട് ഇത്രയും നമുക്ക് സ്നേഹം കൊണ്ട് തരുന്ന ഈ പഴങ്ങൾ അവരെ കൊന്ന് അവരുടെ ഹൃദയം കഴിക്കുക എന്ന് പറയുന്നത് വളരെ നീചമായിട്ടുള്ള പ്രവർത്തനം. അങ്ങനെ ആൺമുതൽ പുറത്തു പോയ സമയത്ത് പെൺമുതല വളരെ ശക്തമായിട്ട് ആലോചിച്ചു, ഈ കുരങ്ങന്റെ ഹൃദയം കിട്ടാനായിട്ട് എന്താണ് ഒരു വഴി. പെൺമുതല ആലോചിച്ച് ഒരു ഉത്തരം കണ്ടെത്തും. അതായത് അടുത്ത ദിവസം ഭർത്താവ് വരുമ്പോൾ മുതല വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലും അതുപോലെ വളരെ വിഷമിച്ചും കരഞ്ഞും ഒക്കെ ഇരിക്കുകയാണ്. ആൺമുതല ചോദിച്ചു, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. ഞാനിവിടെ അസുഖബാധിതയായിട്ട് ഇരിക്കുകയാണ്, നിങ്ങളാണെങ്കിൽ പുറത്തു പോയേക്കാണല്ലോ, ഞാനിവിടെ ഒരു വൈദ്യനെ വിളിച്ചു വരുത്തി. അദ്ദേഹം പറഞ്ഞു, സാധാരണ മരുന്നുകൾ കൊണ്ടൊന്നും ഈ അസുഖം ഭേദമാക്കാൻ സാധിക്കില്ല, ഇത്തരത്തിലുള്ള ഒരു പഴം കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖം വളരെ പെട്ടെന്ന് ഭേദപ്പെടുത്താൻ സാധിക്കും എന്ന് ഒരു വൈദ്യൻ എന്നോട് പറഞ്ഞു. അപ്പോഴും ആൺമുതല കുരങ്ങന്റെ ഹൃദയം ഭക്ഷിക്കാനായിട്ടുള്ള കാര്യത്തിനോട് താല്പര്യം കാണിച്ചില്ല. അങ്ങനെ മുതല വളരെയധികം കരഞ്ഞുകൊണ്ട് ആൺമുതലയോട് പറയുകയാണ്, നിങ്ങൾക്ക് ആ കുരങ്ങനാണോ വലുത് അതോ ഞാനാണോ വലുത്? എൻ്റെ രോഗം മാറ്റാനായിട്ട് വൈദ്യം നിശ്ചയിച്ച പ്രകാരം ഒരു മരുന്നിനെയാണ് നമ്മൾ കഴിക്കുന്നത്, അതൊരിക്കലും ഒരു തെറ്റല്ല എന്നുള്ള രീതിയിൽ ആൺമുതലയോട് പറയാം. ആൺമുതല മനസ്സോടെ പിറ്റേ ദിവസം കുരങ്ങനെ സമീപിച്ച് കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് കുരങ്ങനോട് പറയും, എൻ്റെ ഭാര്യയ്ക്ക് ഈ കുരങ്ങനെ ഒന്ന് കാണണമെന്നുണ്ട്, ഇത്രയധികം മാധുര്യമുള്ള പഴങ്ങൾ പറിച്ചു കൊടുത്തയക്കുന്ന ആ ഒരു പുണ്യ മനസ്സിനെ ഒന്ന് നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ ഒന്ന് വീട് വരെ ഒന്ന് വരണം, ഭാര്യയുടെ ഒരു ആഗ്രഹമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കുരങ്ങൻ ആദ്യം അത് അത്ര ഒരു ആപ്റ്റായിട്ടുള്ള കാര്യമായി തോന്നിയില്ല. പിന്നെ മുതല നിർബന്ധിച്ചപ്പോൾ കുരങ്ങൻ മുതലയോടൊപ്പം യാത്രയാണ്. അപ്പൊ മുതല പുഴയുടെ മേൽത്തട്ടിലൂടെ നീന്തുകയും കുരങ്ങൻ അതിന്റെ മുകളിൽ ഇരിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണങ്ങളും സല്ലാപങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം പുഴയുടെ നടുക്കെത്തിയപ്പോൾ ആൺമുതല ഈ കുരങ്ങനോട് പറയാണ്, സത്യത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, വൈദ്യൻ കൽപ്പിച്ചത് ഇത്തരത്തിലുള്ള ഒരു കുരങ്ങന്റെ ഹൃദയം ഭക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ അവളുടെ അസുഖം ഭേദമാവുകയുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിൽ കുരങ്ങനോട് പറയുന്നത്. കുരങ്ങൻ ശരിക്കും എന്താ പറയുക, സ്ട്രെങ്ങായിപ്പോയി. കുരങ്ങൻ
എന്താ പറയുക, തൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കും, അതിനുവേണ്ടി ചിന്തിക്കുകയും ചെയ്തപ്പോൾ കുരങ്ങിന് ഒരു ഭയം തോന്നി. കുരങ്ങൻ കുതിരയോട് പറഞ്ഞു, എന്നോട് ഈ കാര്യം എന്തേ നേരത്തെ പറയാതിരുന്നത്? ഞാൻ എൻ്റെ ഹൃദയം മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഹൃദയമില്ലാതെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങളുടെ ഭാര്യനെ സുഖപ്പെടുത്താനായിട്ട് കഴിയില്ലല്ലോ. അപ്പോൾ താരതമ്യേന നമ്മൾ ജീവികളിൽ വെച്ചിട്ട് മുതല ബുദ്ധിയുടെ കാര്യത്തിൽ വളരെ കുറവും, കുരങ്ങൻ ബുദ്ധിയുടെ കാര്യത്തിൽ കുറെ മുൻപന്തിയിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുതല അത് വിശ്വസിച്ചു, കുരങ്ങിനെ വഹിച്ചുകൊണ്ട് തിരിച്ച് കരയിലേക്ക് അല്ലെങ്കിൽ മരത്തിന്റെ ചുവട്ടിലേക്ക് വരികയാണ്. അവിടെ കരയ്ക്കെത്തുന്നതിന് മുമ്പേ കുരങ്ങൻ ചാടി ഓടി മരത്തിന്റെ മുകളിൽ കയറി. ഒത്തിരി നേരമായിട്ടും കുരങ്ങനെ കാണാതായപ്പോൾ മുതലെങ്ങനെ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളായിട്ടുള്ളവർ ഒരു ശരിയായുള്ള ഒരു പർപ്പസ് അല്ലാതെ, അവർക്കെന്ന് പറയുന്നത് പുരുഷന്മാർ സാധാരണ അങ്ങനെ അധികം കരയാറില്ല. സ്ത്രീകളാണെങ്കിൽ അവർ കരച്ചിലൊരു ടൂളായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒരു നല്ല ഇന്റൻഷനോടല്ലാതെ ഒത്തിരി കരഞ്ഞു കാണിച്ച് താൻ വളരെ വിഷമത്തിലാണ് എന്ന് കരഞ്ഞു കാണിച്ചുകൊണ്ടുള്ള ഈ പ്രകടനത്തെയാണ്, ഈ കൃത്രിമമായ ഒരു ചതിയുടെ സൂചനയുള്ള അല്ലെങ്കിൽ ചതി അടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള കണ്ണീരിനെയാണ് നമ്മൾ മുതലക്കണ്ണീര് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രയോഗത്തിന്റെ ബാക്കിലുള്ള കഥ ഇതാണ്. നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട് അതൊരു മുതലക്കണ്ണീരാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഇത്തരത്തിൽ ഈ മുതലക്കണ്ണീര് എന്നുള്ളത് പലരും കേട്ടിട്ടുണ്ടായിരിക്കും. പലർക്കും അതിന്റെ പിന്നിലുള്ള ഒരു കഥ എന്താണെന്ന്, ഇത്തരത്തിലൊരു കഥ ഉണ്ടെന്ന് പോലും പലർക്കും അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ അത് മുതലക്കണ്ണീര് എന്താണ് എന്ന് നമ്മളോട് പറയുന്നു. അങ്ങനെ ഫേക്കായിട്ട് കരഞ്ഞ് കാര്യം സാധിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു പ്രവണതയാണ് മുതലക്കണ്ണീര് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഞാൻ നേരത്തെ ചെയ്ത കഥകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി.